നമസ്കാരം, സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു നല്ല ദിനമാണെന്ന്, നല്ല ദിവസമാണെന്ന് വിചാരിക്കുന്നു. കാരണം ഒരു കോള്, രാജവെമ്പാല, എൻ്റെ ജീവിതത്തിൽ 61ാമത്തെ രാജവെമ്പാലയുടെ കോളാണ്. പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് വിളി വന്നിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ ആ സ്ഥലത്തേക്ക്, ആ അതിഥിയെ എനിക്ക് പരിചയപ്പെടാനല്ല, സ്നേക്ക് മാസ്റ്ററിലൂടെ കൗമുദി ടിവിയുടെ സ്നേക്ക് മാസ്റ്ററിലൂടെ ഈ പ്രോഗ്രാം കാണുന്ന, അല്ലെങ്കിൽ വീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു അതിഥിയെ പരിചയപ്പെടുത്താൻ, അല്ലെങ്കിൽ പരിചയപ്പെടാനായി, ഞാനും പരിചയപ്പെടുന്നു, നിങ്ങൾക്ക് മുന്നിലും പരിചയപ്പെടുത്താനായി ഒരു യാത്ര തുടരാൻ പോകുന്നു. എന്തായാലും നമുക്ക് സമയം കളയേണ്ട. ഇനി ഇവിടുന്ന് ഒത്തിരി ദൂരം, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ട വരെ ഓടിയെത്തേണ്ട, ശബരിമല റൂട്ടിൽ ഓടിയെത്തേണ്ടതാണ്. എന്തായാലും നമുക്ക് സമയം കളയേണ്ട. എന്തായാലും എൻ്റെ മനസ്സിലെ ആകാംക്ഷ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ ആ ഒരു ടെൻഷൻ മാറാൻ സമയമായി. ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സാറന്മാരായിട്ട് നമ്മൾ എന്തായാലും ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്കിനി സമയം വേണ്ട. ഇനി ഇവിടുന്ന് നേരെ പാമ്പിരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് യാത്രയാവാം. നമ്മളെന്തായാലും ആ സ്ഥലത്ത് ഈ പാമ്പിൻ്റെ കോൾ വന്ന സ്ഥലത്ത് എത്താറാവുന്ന ഒരു 50-60 മീറ്റർ മാത്രമേ ഉള്ളൂ. നിമിടമായ വനത്തിനുള്ളിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥലത്തെത്തി. ആ ഒരു 5 മീറ്റർ ആ കാണുന്നതാണ് സ്ഥലം തോന്നുന്നു. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുന്നേ ഒരു രാജവെമ്പാല പിടിച്ച സ്ഥലമാണ്. അട്ടത്തോട് എന്ന സ്ഥലമാണ്. പത്തനംതിട്ട ജില്ലയിൽ ശബരിമലയ്ക്ക് പോകുന്ന റൂട്ടിൽ നിലയ്ക്കൽ കഴിഞ്ഞിട്ട് പമ്പയ്ക്ക് മുന്നിൽ അട്ടത്തോട് എന്ന സ്ഥലത്താണ്. എന്തായാലും നമ്മൾ ഇവിടെ എത്തി. ടീം അംഗങ്ങൾ എല്ലാവരും ഉണ്ട്. ഫോറസ്റ്റിൻ്റെ ടീമുണ്ട്, പോലീസിൻ്റെ സഹായമുണ്ട്, നാട്ടുകാരെല്ലാം നല്ല സമീപനം. കഴിഞ്ഞ പാമ്പിനെ പിടിച്ചപ്പോൾ നല്ല സമീപനമായിരുന്നു. എന്തായാലും ഇന്നും അതിനേക്കാളും ആളുണ്ട്. എന്തായാലും അതിനേക്കാളും നല്ല സമീപനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ താഴേക്ക് ഇറക്കാൻ കഴിയൂ. എന്തായാലും നമുക്ക് ആ ദൗത്യത്തിലേക്ക്, നമ്മുടെ സ്നേക്ക് മാസ്റ്റർ, കൗമുദി ടിവിയുടെ സ്നേക്ക് മാസ്റ്ററിലൂടെ ജനങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ അതിഥിയെ പരിചയപ്പെടുത്തുന്ന ശ്രമത്തിൽ ആ പാമ്പിനെ പിടിച്ച അതേ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ പിടിച്ച അതുമായിട്ടൊരു 5-10 അടി വ്യത്യാസമേ ഉള്ളൂ. അതിൻ്റെ കുറച്ചുകൂടി താഴെ ഒരു മാളത്തിലിരിക്കുന്നു. എന്തായാലും നമുക്ക് അദ്ദേഹത്തിനെ, അതിഥിയെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനായി നമുക്ക് ആ സ്ഥലത്തേക്കൊന്ന് സഞ്ചരിക്കും. ഇവിടെ നോക്കിക്കണേ. വേണ്ട നല്ല ഗൈഡ് ചെയ്യുന്നു. പറയും എണിയായിരിക്കും സാറേ, എണിക്കെടുത്ത സാറേ. അങ്ങനെ അല്ല, ഇത് തന്നെയല്ലോ. സാറേ അത് ഈ പോസ്റ്റ് ഇവിടെ വെച്ചാൽ സാറേ ഇവിടെ ഇങ്ങനെ വെച്ചാൽ സാറേ. അതിൻ്റെ നേരെ പാറല ഇവിടെ സാറേ മാക്സിമം പറ്റുന്നിടത്തോളം കാര്യം അതെ അവിടെ തന്നെ വെച്ചാൽ. അതെ സാർ അങ്ങോട്ട് അങ്ങനെ നിങ്ങൾ വേണം. ആ പാറയിൽ പോകണം സാർ, ഈ പാറയിൽ പോകണം സാർ. ഓക്കെ ഓക്കെ സാർ മതി സാറേ.
ശരി 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 ഇങ്ങനെയൊന്നും ശരിയാത്തില്ല ശരി. അന്ന് ഇതുപോലെ അന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കേട്ടു. നിങ്ങൾ പോയി ദൂരോട്ട് പറഞ്ഞേ കേൾക്കണം കേട്ടോ. ഇങ്ങോട്ട് ചാടാനേ ചാൻസസ് ഉള്ളൂ. ഒന്ന് ചാടി വരുമ്പോൾ മാറിയാൽ എല്ലാവരും വിളിച്ച് നിർത്തരുത്. ചാടി വരുമ്പോൾ നിങ്ങൾ മാറിക്കണം സാറേ. ഞാനീ ചോദിക്കണം. അന്നത്തെ പോലെ വടിയും എടുക്കാമോ? അതുപോലെ കേട്ടോ. കുറച്ച് വേണം പാറയുടെ ഇടയിലാണ് സാറേ. ചാടി വരുമ്പോൾ മാറിക്കോണം. ഞാനീ നോക്കണ്ട. ഞാൻ ഇങ്ങോട്ടെങ്കിലും ചാടി കയറിക്കണം കേട്ടോ. നേരെ താഴെ വരാൻ ഈ നിൽക്കുന്നവരെ സാറേ നിങ്ങൾ മറ്റുള്ളവർ അകത്തോട്ട് വിടരുത്. മറ്റുള്ളവർ ഇങ്ങോട്ട് വിടരുത്. അപ്പോൾ എന്തായാലും നമ്മൾ അതിഥിയെ കണ്ടു. കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുന്നേ ഇവിടുന്ന് പിടികൂടിയ അതേ അളവിലുള്ള ഒരു രാജഗോപാൽ ചെറുതാണ്, വലുതല്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ കാട്ടിലെ ചൂട് കൂടിയുണ്ട്, അല്ലെങ്കിൽ വനമേഖല ചൂട് കൂടിയുണ്ട്, താഴേക്ക് വരുന്നതായിരിക്കും വെള്ളമുള്ള സ്ഥലത്തേക്ക്. എന്തായാലും നമ്മൾ 2 ദിവസങ്ങൾക്ക് മുന്നേ പിടിച്ച അതേ ഒരു സമയത്ത് വിരിഞ്ഞ കുഞ്ഞുങ്ങളായിരിക്കും. എന്തായാലും നമുക്ക് അദ്ദേഹത്തിനെ താഴേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി നോക്കാം. സാറേ കല്ല് വരാൻ നോക്കിക്കോളേ. സാറേ കല്ല് ഇത് മെയിലാണ്. അല്ല സാറേ അവിടുന്ന് ഒളിയോട്ട് കയറി. അപ്പോൾ നമ്മളെന്തായാലും പാമ്പിനെ കണ്ടിട്ട് ഞാൻ ഒരു വടി കൊണ്ട് പതുക്കെ ഇങ്ങനെ തട്ടാൻ നോക്കിയപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് ഒരു പാറ ഇടിക്കുക, ഒരു വലിയ പാറ ഇടിയാണ്. ആ പാറ ഇടിക്കാത്ത ഇടിയല്ല, മണ്ണിലുണ്ടായ വലിയ പാറയാണ്. ആ പാറയുടെ ഗ്യാപ്പിനകത്തേക്ക് അങ്ങ് പോയി. സാർ ഇങ്ങോട്ട് പോകണമെന്നുണ്ടോ നോക്കിക്കോളൂ, ആ സൈഡിലേക്ക്. സാറേ എന്തായാലും ഇവിടെ നോക്കിക്കോളൂ. അത് അവിടെ നിന്ന് അങ്ങോട്ട് പാറ ഇടയിലോട്ട് കയറി. എവിടെയാ സാറേ? ഇവിടെ അല്ല, അവിടെ വരത്തില്ല സാറേ. അവിടെയും വരത്തില്ല. അവിടെയും വരാം അല്ലേ? അവിടെ നോക്കിക്കോളൂ സാറേ, അവിടെ നോക്കിക്കോളൂ. സാറേ ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ്. അന്നത്തെ പോലെ മേളിൽ കയറി നോക്കിയാലേ പറ്റുള്ളൂ. സാർ പോയി നോക്കി സാർ നോക്കിക്കോളൂ. മേളിൽ കയറി നോക്കിയിട്ട് കല്ലടക്കേണ്ടി വരും കേട്ടോ. അപ്പുറത്ത് പണിയില്ലല്ലോ, അതല്ലേ ഉള്ളൂ. വലിയ പൊനോട്ടില്ലല്ലോ. അപ്പോൾ അത് ഇവിടെ പൊന്നില്ല. അപ്പോൾ പാറയ്ക്കകത്ത് ഹോൾ വേണം കേട്ടോ. പാറയ്ക്കകത്ത് ഹോൾ വേണം. പാറ പൊളിക്കണ്ടേ? പക്ഷെ പാറ ഇളക്കി കഴിഞ്ഞാലേ അത് നേരെ ഇത്രയും വലിയ പാറയല്ലേ, ഇത്രയും വലിയ പാറ നേരെ റോട്ടി വീണ് അങ്ങല്ലേ പോളൂ. അങ്ങേ പോളൂ. അതൊക്കെ അപകടമല്ലേ? ചേട്ടൊരു കാര്യം, ഈ പാറയുണ്ടല്ലോ, ഈ പാറയും താഴെ പോരും. നമ്മൾ ആപ്പിളക്കുമ്പോൾ ഇവിടെ വേണം നിൽക്കത്തില്ല, നേരെ അങ്ങ് പോകും. നിൽക്കുമോ? ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്കിത് പൊളിച്ച് ഒരു കല്ലിളക്കണം കേട്ടോ. കമ്പി വേണം. അത് മാത്രമല്ല താഴെ നിൽക്കുന്നവർ നോക്കി നിൽക്കണം. സാറേ വെട്ടത്തീന്നാണ് നിങ്ങളോ സാറേ? പക്ഷെ മേളിൽ ഹോളില്ല, നിങ്ങളെല്ലാം താഴെയാണ് നിൽക്കണ്ടേ. ആ സൈഡ് നോക്കിയോളെ. ഇനി എന്തായാലും നമുക്ക് ഇവിടുത്തെ നാട്ടുകാരുടെ സഹായമില്ല, നമുക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ നമുക്ക് 2-3-4 സുഹൃത്തുക്കളെ വിളിച്ചിട്ട് നമുക്ക് ഈ പാറ ഒന്ന് തള്ളി താഴേക്ക് ഇടണം. താഴെ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. എന്തായാലും നമുക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. എന്തായാലും നമുക്ക് ശ്രമിക്കാം. ചേട്ടാ ആ കല്ല് നിങ്ങൾക്ക് അപകടമൊന്നുമില്ലല്ലോ?
സാറേ നോക്കി മാറിക്കോ, ഇപ്പുറത്തോ ഞാൻ പറഞ്ഞ ഇവിടുന്ന് അങ്ങോട്ട് ഇത് കീറലാണ്, ഇതൊരു പീസാണ്. ഇവിടുന്ന് അങ്ങോട്ട് പാറ തോന്നി അങ്ങ് പോവും താഴേക്ക്. എന്താ കല്ലൊക്കെ മറിച്ചപ്പോൾ കാണുന്നുണ്ട് ഒരു അനക്കം. നിങ്ങൾ താഴേക്ക് ഇറങ്ങും. ഇവിടെ ഇരിപ്പുണ്ട്, പെട്ടെന്ന് ഇറങ്ങിക്കൊള്ളുന്നു. അപ്പോൾ അതാ കാണുന്നുണ്ട്, നോക്കി നിൽക്കും. നമുക്കിവിടെ കാണാം ഒരു പാറയുടെ 2 പാറകൾ തമ്മിലുള്ള ഗ്യാപ്പിൻ്റെ ഇടയിൽ എന്തൊരു അനക്കം കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ മണ്ണൊന്ന് മാറ്റി നോക്കട്ടെ. അതാ കാണുന്നുണ്ട് ഒരു ആൺ രാജവെമ്പാലയുടെ ലക്ഷണമാണ് കാണുന്നുണ്ട്. ശരീരം കണ്ട് എന്തായാലും നമുക്ക് മാറ്റി നോക്കാം. ഇതാ പുറത്തേക്ക് വരുന്നുണ്ട്. എല്ലാം താഴേക്ക് നീങ്ങി നിൽക്കുമെന്ന് പറഞ്ഞു. അവിടെ വരെയല്ലേ? മാറിക്കോ, ഒന്ന് മാറിക്കോ. അപൂർവങ്ങളിൽ അപൂർവമായ ഘോര വിഷസർപ്പം രാജവെമ്പാല. അതിസാഹസികമായ നിമിഷങ്ങൾക്കൊടുവിൽ രാജവെമ്പാല വാവാ സുരേഷിന്റെ കൈകളിൽ ഭദ്രം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ നമ്മൾ കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുന്നേ ഒരു രാജവെമ്പാലയെ പിടിച്ച സ്ഥലമാണ് ഇത്. അട്ടത്തോട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അന്ന് പിടിച്ച പാമ്പ് ഫീമെയിൽ, പെൺ രാജവെമ്പാല. ഇത് മെയിലാണ്, ആൺപാമ്പാണ്. വലിയ തല, ശരീരം സൈസിൽ കൂടുതലുണ്ട്. ഇത് അഗ്രസീവാണ്. കാരണം നമ്മൾ ഈ പാമ്പിനെ ഫ്രഷായിട്ട് അന്നത്തെ പോലെ ഫ്രഷായിട്ട് പിടിച്ചതല്ല. അതിനേക്കാളുമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടുത്തെ നാട്ടുകാർ 2-3 ചെറുപ്പക്കാർ എടുക്കാൻ പറ്റാത്ത പാറ മറിച്ചാണ് ഇദ്ദേഹത്തിന് പുറത്തേക്ക് എടുത്തത്. ഇദ്ദേഹം അതിൻ്റെ ഇടയിൽ പതുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വയലൻ്റാണ്, കടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഏകദേശം 12 അന്ന് നമ്മൾ കൊണ്ടുപോയി പാമ്പിന് നമ്മൾ അവിടെ കൊണ്ടുവിടാൻ പോയപ്പോൾ അളവെടുത്തായിരുന്നു 11 അടി ഉണ്ടായിരുന്നു. ഇത് 13 അടിയോളം നീളമുള്ള ആൺ രാജവെമ്പാല, കൃഷ്ണ സർപ്പം എന്നറിയപ്പെടുന്ന രാജവെമ്പാല എന്നറിയപ്പെടുന്ന കിങ്കോബ്ര എന്നറിയപ്പെടുന്ന അതിയാണ്. അവസാനമായി നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ വുഡ് ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നു.